നമ്മുടെ ഇന്നത്തെ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ വേദഭാഗം നെഹമ്യാ പ്രവചനത്തിൽ നിന്നും ഒന്ന് രണ്ട് വേദഭാഗങ്ങൾ വായിക്കുവാൻ തക്കണം ഞാൻ ആഗ്രഹിക്കുകയാണ്. നെഹമ്യാ പ്രവചനം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 1ഉം 2ഉം വാക്യം നമുക്ക് ആദ്യമായിട്ട് വായിക്കാം. നെഹമ്യാ പ്രവചനം 1-ാം അധ്യായം അതിൻ്റെ 1ഉം 2ഉം വാക്യം. അഹല്യാവിൻ്റെ മകനായ യെഹമ്യാവിൻ്റെ ചരിത്രം. 20-ാം ആണ്ടിൽ കിസ്ലേവ് മാസത്തിൽ ഞാൻ ശൂഷൻ രാജധാനിയിൽ ഇരിക്കുമ്പോൾ എൻ്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ഹനാനിയും യഹൂദയിൽ നിന്ന് ചില പുരുഷന്മാരും വന്നു. ഞാൻ അവരോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ യഹൂദന്മാരെക്കുറിച്ചും യെരുശലേമിനെക്കുറിച്ചും ചോദിച്ചു. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമുക്ക് നെഹമ്യാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏതാണ്ട് 14 റിക്കാർഡ് പ്രാർത്ഥന നമുക്ക് കാണുവാൻ കഴിയും. ഒരു പ്രാർത്ഥന മനുഷ്യനായിരുന്നു നെഹമ്യാവ് എന്നുള്ളത് നെഹമ്യാവിൻ്റെ പുസ്തകം നാം ആദ്യമോടൊന്ന് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ അതിൽ നിന്നും ഈ പ്രാർത്ഥനയിൽ കൂടി താനൊരു മാതൃകാ പുരുഷനായിട്ട് നമുക്ക് എടുക്കുവാൻ തക്കവണ്ണമുള്ളതിന് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ 2-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് നാം കാണുന്നത്. എൻ്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ഹനാനിയും യഹൂദയിൽ നിന്ന് ചില പുരുഷന്മാരും വന്നു. അപ്പോൾ 3 ബാച്ചായിട്ടാണ് ബാബേലിലേക്ക് ഇവരെ അടിമകളായി കൊണ്ടുവന്നത്. 3 ബാച്ചുകളായിട്ടാണ് തിരിച്ചു കൊണ്ടുപോയത്. 2 ബാച്ചിന് ശേഷവും നെഹമ്യാവ് ബാബേലിൽ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ആ സമയത്ത് നെഹമ്യാവ് താൻ പിറുപിറുത്തില്ല. താൻ ഒരിക്കൽ പോലും പിന്മാറ്റ അവസ്ഥയിലേക്ക് കടന്നു പോയില്ല. താൻ ആ സമയത്തും താനൊരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. അതുകൊണ്ടാണ് ഈ സഹോദരന്മാർ യെരുശലേമിൽ നിന്നും ഹനാനി തൻ്റെ സഹോദരനായിരിക്കുന്ന ഹനാനിയും അതുപോലെ തന്നെ യഹൂദ പുരുഷന്മാരായ ചിലരും കടന്നു വന്നപ്പോൾ ഒന്നാമത് താനൊരു കപ്പ് ബിയറായിരുന്നു. അവിടുത്തെ അർത്ഥശിഷ്ടോ രാജാവിൻ്റെ രാജധാനിയിലെ ഒരു മുഖ്യ വ്യക്തിയായിരുന്നു. എന്നാൽ അനുവാദം കൊടുത്തു തന്നെ നമുക്കതിന് മനസ്സിലാക്കുവാൻ കഴിയും. തൻ്റെ സഹോദരനോടും തൻ്റെ യഹൂദ പുരുഷന്മാരോട് സംസാരിപ്പാൻ തക്കണം, അവിടുത്തെ വിവരങ്ങൾ അറിയാൻ തക്കണം ആഗ്രഹമുണ്ടെന്നുള്ളത് ഒന്ന്. രണ്ടാമതായിട്ട് അവർ കടന്നു വന്നപ്പോൾ നെഹമ്യാവ് ചോദിക്കുന്ന ചോദ്യമാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രാർത്ഥന മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടതായിരിക്കുന്ന ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന ഘടകം. അതെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാസ്തവത്തിൽ നാം ആയിരുന്നുവെങ്കിൽ നാം ഒരു ജയിലറയിൽ കിടക്കുകയാണ്, അല്ലെങ്കിൽ അടിമത്തത്തിലായി നാം ആയിരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മെ കാണുവാൻ വേണ്ടി കടന്നു വരുമ്പോൾ ആദ്യമായി ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കും? നാം ചോദിക്കുന്നത് നമ്മുടെ മാതാപിതാക്കൾ എങ്ങനെയുണ്ട്, ഭാര്യ എങ്ങനെയുണ്ട്, ഭർത്താവ് എങ്ങനെയുണ്ട്, കുഞ്ഞുങ്ങൾ എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ സമ്പത്തുകളൊക്കെ ഉണ്ട്, വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, ഈ വിധ കാര്യങ്ങളൊക്കെയോ ആയിരിക്കും നാം ചോദിക്കുക സാധാരണ. എന്നാൽ നെഹമ്യാവ് ഒരു പ്രാർത്ഥനാ മനുഷ്യനാകുവാൻ തക്കവണ്ണം കാരണമായിരിക്കുന്നത് താൻ ആ ലൗകികമായിരിക്കുന്ന യാതൊരുവിധമായിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചും സംസാരിക്കുകയോ ചോദിക്കുകയോ ചെയ്യാതെ, തൻ്റെ ശാരീരികമായിരിക്കുന്ന തൻ്റെ ബന്ധുക്കളുടെ കാര്യങ്ങൾ ഒന്നും തന്നെ ചോദിക്കാതെ കണ്ടപ്പോൾ തന്നെ താൻ ചോദിക്കുന്ന ഒരു കാര്യം, ഞാൻ അവരോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ യഹൂദന്മാരെക്കുറിച്ചും യെരുശലേമിനെക്കുറിച്ചും. അപ്പോൾ താൻ അപ്പോഴും പ്രാർത്ഥനയിൽ വെച്ചിരുന്ന ഒരു വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ യഹൂദന്മാരെക്കുറിച്ചും യെരുശലേം ദേവാലയത്തെക്കുറിച്ചും ആയിരുന്നു. താൻ രാജമഹലിലാണ്, രാജകൊട്ടാരത്തിലാണ്, അർത്ഥശിഷ്ട രാജാവിൻ്റെ രാജമഹലിൽ ആയിരിക്കുമ്പോഴും നല്ലൊരു പദവിയിലായിരിക്കുമ്പോഴും താൻ മനസ്സിലാക്കിയിരിക്കുകയും താൻ ആ യെരുശലേമെക്കുറിച്ചും യഹൂദന്മാരെക്കുറിച്ചും മാത്രമായിരുന്നു താൻ ആലോചിക്കുകയും ചെയ്തിരുന്നത്. ഇവിടെ ഒരു സന്ദേശം നമുക്കുണ്ട് പ്രിയരെ. നാം എവിടെയായിരുന്നാലും, നാം ഏത് സാഹചര്യത്തിലായിരുന്നാലും അത് ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് നാം ആയിരിക്കുന്നത്. നെഹമ്യാ ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. എന്നാൽ പ്രാർത്ഥനാ മനുഷ്യനായതുകൊണ്ട് തനിക്ക് അവിടെ കുറച്ച് നാൾ കൂടെ താമസിക്കണം എന്നുള്ളത് ദൈവഹിതമായിരുന്നു. നമ്മളത് മനസ്സിലാക്കുക. നാം കഷ്ടതയിൽ കൂടി പോകുമ്പോൾ, പ്രയാസങ്ങൾ കടന്നു പോകുമ്പോൾ നാം ഒരിക്കലും പിറുപിറുക്കേണ്ട ആവശ്യമില്ല. നെഹമ്യാവിനെ പോലെ നമ്മെ ആക്കിയിരിക്കുന്നതായിരിക്കുന്ന സ്ഥാനത്ത് നമുക്ക് പ്രാർത്ഥനയോടുകൂടി തന്നെ നമ്മുടെ സമയം ചെലവഴിക്കുവാൻ തക്കൊണ്ട് കഴിയും. നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും. നമ്മുടെ സഭയെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും. നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കുവാൻ തക്കൊണ്ട് കഴിയും. അതാണ് ഹനാനിയും തൻ്റെ യഹൂദ പുരുഷന്മാരും അവിടേക്ക് കടന്നു വന്ന് അത് നെഹമ്യാവിനെ കാണുമ്പോൾ ആദ്യമായിട്ട് ചോദിക്കുന്നത് തൻ്റെ യഹൂദ ജനങ്ങളെക്കുറിച്ചും യെരുശലേമിലെ ദേവാലയത്തെക്കുറിച്ചുമായിരുന്നു. പ്രിയരെ, ഇതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. നമുക്കൊരു കൺസേൺ ഉണ്ടായിരിക്കണം. പ്രാർത്ഥനയ്ക്കായിട്ട് കൂടി വരുമ്പോൾ
ആദ്യം ആ പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്നത് ഒരു കൺസേൺ ഉണ്ടായിരിക്കണം. ഇങ്ങനെയുണ്ട്, എന്തുണ്ട്, ഇപ്പോഴെങ്ങനെയായിരിക്കുന്നു, ഈ വിധ കാര്യങ്ങൾ നാം ചോദിച്ചറിഞ്ഞ് വേണം നാം പ്രാർത്ഥനയ്ക്കായിട്ട് ആ വിഷയം ദൈവസന്നിധിയിൽ വെക്കുവാൻ തക്കണം. അപ്പോഴാണ് ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നത്. അതിന് ശേഷം നാം കാണുന്നത് അതിൻ്റെ 3-ാം വാക്യത്തിൽ, അതിന് അവർ എന്നോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്തെ മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരുശലേമിൻ്റെ മതിൽ ഇടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടുകിടക്കുന്നതും കണ്ടു എന്ന് പറഞ്ഞു. ഈ വാർത്ത കേട്ടപ്പോൾ താൻ ഇരുന്ന കരയുണ്ടായി. പ്രിയരെ, തൻ്റെ രക്തബന്ധത്തിലുള്ള ആരുടെയും കാര്യങ്ങൾ കേട്ടുകൊണ്ടല്ല താൻ കരഞ്ഞത്. ശ്രദ്ധിക്കുക, നമ്മുടെ സ്വന്തപ്പെട്ടവരോ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരോ ആണെങ്കിൽ നമുക്ക് അതിൻ്റേതായിരിക്കും ദുഃഖം ഉണ്ടാകും, ശരിയാണ്. എന്നാൽ ഇവിടെ പറയുന്നത് ആ യെരുശലേം ദേവാലയത്തെക്കുറിച്ചും ആ യഹൂദ ജനത്തെയും കുറിച്ച് കേട്ടപ്പോൾ തനിക്ക് പ്രാർത്ഥിക്കാതിരിക്കുവാൻ കഴിഞ്ഞില്ല, തനിക്ക് കരയാതിരിക്കുവാൻ കഴിഞ്ഞില്ല, തനിക്ക് ഉപവസിക്കാതിരിക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുള്ളൂ. മാത്രമല്ല, ഈ പ്രാർത്ഥന ഇത് കേട്ടു വന്നാൽ ഏതാണ്ട് 4 മാസം താൻ തുടർച്ചയായിട്ട് പ്രാർത്ഥിച്ചു. കാരണം കിസ്ലേവ് മാസത്തിൽ തുടങ്ങിയ പ്രാർത്ഥന 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നിസാൻ മാസം വരെ ഏതാണ്ട് 4 മാസം തുടർച്ചയായിട്ട് നെഹമ്യാവ് യെരുശലേമിലെ ഈ സ്ഥിതിയെ ഓർത്ത് ദൈവസന്നിധിയിൽ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു, ഉപവസിച്ചു പ്രാർത്ഥിച്ചു, കരഞ്ഞു പ്രാർത്ഥിച്ചു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതുമാത്രമല്ല, ദൈവത്തോടുള്ളതായിരിക്കുന്ന ആശ്രയം നമുക്ക്, കാരണം താൻ ഒരു വലിയൊരു രാജാവിന് അടുത്താണ് താമസിക്കുന്നത്. തനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വിഷയത്തെ ഓർത്ത് വേണമെങ്കിൽ ആ അർത്തേഷ്ടാ രാജാവിൻ്റെ അടുത്ത് വേണമെങ്കിൽ പോകാമായിരുന്നു. രാജാവ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്, എന്തെങ്കിലും ഒരു പരിഹാരം വേണം. പ്രിയരെ, അതല്ല ഉദ്ദേശിക്കുന്നത്. ദൈവം ഒരിക്കലും അത് ആഗ്രഹിക്കുന്നില്ല ആ വിധത്തിലുള്ള പ്രാർത്ഥന. ഈ നെഹമ്യാവിൻ്റെ പ്രാർത്ഥന നമുക്കൊരു മാതൃകാ പ്രാർത്ഥനയായിരിക്കട്ടെ. താൻ എന്താണ് ചെയ്തത്? അർത്തേഷ്ടാ രാജാവിനോട് ചോദിച്ചില്ല. അർത്തേഷ്ടാ രാജാവിനോട് എൻ്റെ ജനത്തിൻ്റെ വിടുതലിന് വേണ്ടി നിങ്ങളാൽ എന്തെങ്കിലും കഴിയുമോ എന്ന് ചോദിച്ചില്ല. താൻ പറയുന്നത് 4-ാം വാക്യത്തിൽ പറയുന്നത്, ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു, കുറേ നാൾ ദുഃഖിച്ചു ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞെന്നാൽ, സ്വർഗീയ ദൈവത്തോട്. കാരണം ആ സമയത്തും ദൈവത്തിലുള്ളതായിരിക്കും തന്നെ ആശ്രയം വലിയൊരു ആശ്രയമായി. ഒന്ന്, നാം നമ്മുടെ ആവശ്യവുമായിട്ട് കടന്നില്ലേണ്ട ഒരു സ്ഥാനം ദൈവത്തിൻ്റെ ആശ്രയമാണ്. യഹോവയെങ്കിൽ മാത്രമാണ്, യഹോവയെങ്കിലേക്ക് നാം കടന്നെന്ന്. അത് മാത്രമേ ഇവിടെ പറയുന്നത്, ആ കരഞ്ഞ് ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അതും ഏതാണ്ട് 4 മാസക്കാലം ഈ ഒരു വിഷയത്തെ ഓർത്ത് താൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല, ഇവിടെ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് നാം പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വരുമ്പോൾ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് അതിൻ്റെ 6-ാം വാക്യത്തിൽ കാണുന്നത്. എന്താണ് കാണുന്നത്? നിന്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിന്റെ മുൻപാകെ പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്ന അടിയൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ഒരു അനുതാപം. തങ്ങൾ ചെയ്തിട്ടുള്ള, താൻ മാത്രമല്ല ഇസ്രായേൽ മക്കൾ ചെയ്തിട്ടുള്ള, ഇസ്രായേൽ രാഷ്ട്രത്തിലുള്ള സകലമായ ജനങ്ങളുടെയും ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള പാപം മുഖാന്തരമാണ് അവർക്ക് ഇങ്ങനെ വരേണ്ടി വന്നത്. അത് യെരമ്യാ പ്രവചനത്തിൽ നാം കാണുന്നുണ്ട്. 70 വർഷത്തിന് ശേഷം ഞാൻ നിങ്ങളെ തിരിച്ചു വരുത്തും എന്നൊക്കെ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിനൊക്കെ കാരണമായി തീർന്നത് അവരുടെ പാപമാണെന്നുള്ളത് അറിയാം. അതുകൊണ്ട് ഇവിടെ പറയാണ്, ഞങ്ങളുടെ പാപത്തെ ഓർത്ത് ഞങ്ങൾ അനുതപിക്കുന്നു. പ്രിയരെ, അനുതാപമില്ലാത്ത പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരികയില്ല. നെഹമ്യാവ് അത് നല്ലോണം മനസ്സിലാക്കി. നെഹമ്യാവ് അവൻ ആ രീതിയിൽ എത്രയും താഴാമോ അത്രയും താണു. ആ നെഹമ്യാവ് ഇസ്രായേൽ ജനങ്ങൾക്ക് വേണ്ടി ആ ഒരു യെരുശലേം ദേവാലയത്തിൻ്റെ സ്ഥിതി കണ്ടുകൊണ്ട്, യഹൂദ ജനങ്ങളുടെ സ്ഥിതിയെ കണ്ടുകൊണ്ട് താൻ പറയുകയാണ്. എന്താണ് പറയുന്നത്? നിന്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിന്റെ മുൻപാകെ പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്ന അടിയൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. നിന്റെ ചെവി ശ്രദ്ധിച്ചും നിന്റെ കണ്ണ് തുറന്നും ഇരിക്കണമേ. ഞാനും എൻ്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു. ഞാനും എൻ്റെ പിതൃഭവനവും. അത് നെഹമ്യാ അവിടുന്ന് മാറി നിൽക്കുന്നില്ല. നെഹമ്യാ ഒരു പ്രാർത്ഥന മനുഷ്യനാണെങ്കിൽ തന്നെ സമ്മതിക്കുകയാണ്, ഞാൻ പാപം ചെയ്തിട്ടുണ്ട് ദൈവമേ, ഞാൻ പാപം ചെയ്തതിൽ എൻ്റെ ജീവിതത്തിൽ വളരെയധികം കുറവുകളുണ്ടായിട്ടുണ്ട്, വീഴ്ചകളുണ്ടായിട്ടുണ്ട്, താഴ്ചകളുണ്ടായിട്ടുണ്ട്. എന്നാൽ
ഇസ്രായേൽ മക്കളും ഞാൻ ചെയ്തിട്ടുള്ളതായിരിക്കുന്ന സകല പാപങ്ങളും ഞങ്ങളോട് ക്ഷമിച്ച് ഞാൻ നടത്തുന്നതായിരിക്കുന്ന ഈ പ്രാർത്ഥനയ്ക്ക് ദൈവമേ അവിടുന്ന് ഉത്തരം തരുമാറാകണമേ എന്ന് അവിടെ പ്രാർത്ഥിക്കുകയാണ്. അതിൻ്റെ 7-ാം വാക്യത്തിൽ ഞങ്ങൾ നിന്നോട് ഏറ്റവും വഷളത്വമായി പ്രവർത്തിച്ചിരിക്കുന്നു. കഴിഞ്ഞ കാല ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതായിരിക്കുന്ന തൻ്റെ വഷളത്വം, തൻ്റെ ജീവിത രീതി, ഇസ്രായേൽ മക്കൾ ചെയ്തിട്ടുള്ളതായിരിക്കുന്ന പാപങ്ങൾ, ഈ ചെറിയ നിസ്സാരമായിരിക്കുന്ന പിറുപിറുപ്പ് പോലും എല്ലാം താൻ ഓർക്കുകയാണ്. താൻ പറയാണ്, ഞങ്ങൾ ഞങ്ങളുടെ മുൻപുള്ള കാലങ്ങളിൽ ഞങ്ങൾ ചെയ്തിട്ടുള്ളതായിരിക്കുന്ന പാപങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. പ്രിയരെ, ഒരു കാര്യം ഞാനിവിടെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ദിവസം നിങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വരുമ്പോൾ നമ്മുടെ പാപങ്ങളെ നമുക്ക് ഏറ്റു പറയണം. ഇത് കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ വീഴ്ചകളും താഴ്ചകളും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ രാത്രിയിൽ, കഴിഞ്ഞ പകൽ സമയം, കഴിഞ്ഞ മാസങ്ങളെ, കഴിഞ്ഞ വർഷങ്ങളെന്ന് വേണ്ട, ഓരോ ദിവസങ്ങളിലേക്ക് ഞങ്ങൾ കണ്ണോടിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ വളരെ കുറവുകളും വീഴ്ചകളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കർത്താവ്, ഇന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നത് ഒരു വിഷയമുണ്ടല്ലോ, ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ഞങ്ങൾക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു. കർത്താവെ, ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാൻ തടസ്സമായിട്ട് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ എന്നുള്ളതായിരിക്കുന്ന അനുതാപ ഹൃദയത്തോടെ വേണം. നെഹമ്യാവ് ചെയ്തതുപോലെ തന്നെ നമുക്കും ഈ സന്ധ്യാസമയത്ത് പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വന്നിരിക്കുമ്പോൾ നമുക്ക് ചെയ്യേണ്ടത്. പിന്നെ പറയുന്നത്, താൻ പറയുന്ന ആ വിഷയം കൂടി പറയുന്നുണ്ട്. എൻ്റെ 8-9 വാക്യങ്ങൾ, നിങ്ങൾ ദ്രോഹം ചെയ്താൽ ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ചു കളയും. എന്നാൽ നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞ് എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവയനുസരിച്ച് നടന്നാൽ നിങ്ങളുടെ ഭ്രഷ്ടന്മാർ ആകാശത്തിൻ്റെയും അറുതിവരെയും എത്തിയിരുന്നാലും ഞാൻ അവിടെ നിന്ന് അവരെ ശേഖരിച്ച് എൻ്റെ നാമം സ്ഥാപിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലത്ത് കൊണ്ടുവരുമെന്ന് നിന്റെ ദാസനായ മോശയോട് നീ അരുളി ചെയ്ത വചനം ഓർക്കണമേ. ദൈവത്തോട് പറയുകയാണ്. എത്രമാത്രം ഒരു ആശ്രയത്തോട്, ദൈവീയ ആശ്രയം നമുക്കിവിടെ കാണുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. ദൈവമേ, അതെങ്കിൽ നീ ഓർക്കണേ. മോശയോട് നീ പറഞ്ഞിട്ടുള്ളതായിരിക്കുന്ന വാക്കുകളുണ്ടല്ലോ, അതോർത്ത് ഞങ്ങളോട് ഞങ്ങളെ കടാക്ഷിക്കണമേ എന്ന് പറയുന്നതായിരിക്കുന്ന വാക്കുകളാണ്. അതിൻ്റെ 11-ാം വാക്യത്തിൽ, കർത്താവേ, നിന്റെ ചെവി അടിയുടെ പ്രാർത്ഥനയ്ക്കും നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ താല്പര്യപ്പെടുന്ന നിന്റെ ദാസന്മാരുടെ പ്രാർത്ഥനയ്ക്കും ശ്രദ്ധയുള്ളതായിരിക്കണമേ. ഒരു വാക്യം കൂടെ ഇതോടുള്ള ബന്ധത്തിൽ വായിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം, രാജാവ് എന്നോട് നിന്റെ അപേക്ഷ എന്ത് എന്ന് ചോദിച്ചു. അപ്പോൾ ഈ 4 മാസത്തെ പ്രാർത്ഥന ദൈവം ആരിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയാണ്? അർത്തശ്ഷ്ഠ രാജാവിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങി. അർത്തശ്ഷ്ഠ രാജാവ് എത്ര കഠിനപ്പെട്ട ഹൃദയമുള്ളവനായിരുന്നാലും നെഹമ്യാവിനെ വിളിച്ച് ചോദിക്കുകയാണ്. എന്ത് ചോദിക്കുന്നത്? നിന്റെ അപേക്ഷ എന്ത്? പ്രിയരെ, പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് കേട്ടോ. ഒരു പക്ഷേ 1 മാസമല്ല, 2 മാസമല്ല, 3 മാസം, 4 മാസമല്ല, ചിലപ്പോൾ 1 വർഷത്തിന് വേണ്ടി വന്നിരിക്കും. പക്ഷെങ്കിൽ നമ്മുടെ പ്രാർത്ഥന അനുതാപ ഹൃദയത്തോടു കൂടിയുള്ള പ്രാർത്ഥന, കരഞ്ഞും ഉപവസിച്ചും അതേ ഇട്ടെടുത്തുകൊണ്ട് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതായിരിക്കുന്ന പ്രാർത്ഥനയുണ്ടല്ലോ, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ദൈവം തീർച്ചയായിട്ടും തരും. എന്നാൽ ഇവിടെ ഒരു വിഷയം, എന്നെ ചിന്തിപ്പിച്ച ഒരു വിഷയം, രാജാവ് എന്നോട് നിന്റെ അപേക്ഷ എന്തെന്ന് ചോദിച്ചു. ഉടനെ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട്, നോക്കുക, ഇതാണ് വളരെ ഇതായിരിക്കുന്നത്. അവിടെ വേണമെങ്കിൽ നെഹമ്യാവിന് ഒരു പേരെടുക്കാമായിരുന്നു. അർത്തശ്ഷ്ഠ രാജാവ്, എൻ്റെ രാജാവ് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് എന്നെ വിളിച്ചിരിക്കുന്നു. ആ ഒരു പേര് വേണമെങ്കിൽ എടുക്കാമായിരുന്നു. എന്നാൽ അവിടെ പറയുന്നത് എന്താ? ഉടനെ, തക്ഷണം, ഉടനെ തന്നെ നെഹമ്യാവ് സ്വർഗത്തേക്ക് കണ്ണുകളെ ഉയർത്തുകയാണ്. ദൈവത്തേക്ക് കണ്ണുകളെ ഉയർത്തിക്കൊണ്ട് ഉടനെ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് രാജാവിനോട് പറയാം. സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്താണ് പ്രാർത്ഥിച്ചത്? ദൈവമേ, ഞാൻ ഇതിനെന്താണ് ചെയ്യേണ്ടത്? അവിടുത്തെ ഇംഗിതം പോലെ, അവിടുത്തെ ഹിതം പോലെ ഞാൻ പറയുവാൻ കൊണ്ട് തയ്യാറാണ്. എനിക്കറിഞ്ഞുകൂടെ എന്താണ് പറയേണ്ടതെന്നുള്ളത്. എന്നാൽ ഞാൻ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ദൈവമേ, അവിടുന്ന് എൻ്റെ രാജാവിൻ്റെ ഹൃദയത്തിൽ അവിടുന്ന് പ്രവർത്തിച്ചു. ശരി തന്നെ എന്ന്. എന്നാൽ ഇപ്പോൾ ചോദിക്കുന്നത് എൻ്റെ അപേക്ഷ എന്താണ്? ഞാൻ എന്താണ് പറയേണ്ടത്? ഉടനെ തന്നെ ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തോട് യാചിച്ചുകൊണ്ട് അർത്തശ്ഷ്ഠ രാജാവിൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലുന്ന ഒരു നെഹമ്യാവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതെ പ്രിയരെ, ഈ സഹോദരന്മാർ കടന്നു വന്നപ്പോൾ തനിക്ക് യെരുശലേമിനെക്കുറിച്ചും യഹൂദന്മാരെക്കുറിച്ചുള്ളതായിരിക്കുന്ന വലിയൊരു കൺസേൺ ഉണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ ചുറ്റുപാടുള്ളതായിരിക്കുന്ന നമ്മുടെ വിശ്വാസികൾ, അവരുടെ സ്ഥിതി, അവരുടെ വിഷമസ്ഥിതി, അവിടെ ആരോഗ്യ സ്ഥിതി, ഇവയൊക്കെ കണ്ടുകൊണ്ട്, അവരുടെ ആത്മീയമായിരിക്കുന്ന സ്ഥിതി കണ്ടുകൊണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്ഥിതി കണ്ടുകൊണ്ട് നമുക്ക് അവരെ ഓർത്ത് നാം ആകുലപ്പെടുകയും
അവരെ ഓർത്ത് നാം പ്രാർത്ഥിക്കുക ചെയ്യേണ്ടത് ആവശ്യമാണ്. മാത്രമല്ല ഒരു വിഷയം കൂടി, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഒരു അനുതാപ ഹൃദയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. കർത്താവേ, ഞാൻ പാപം ചെയ്തിരിക്കുന്നു എന്നുള്ള വസ്തുത സമ്മതിച്ചുകൊണ്ട്, കർത്താവേ, ഞാനും എൻ്റെ ഇസ്രായേൽ ജനങ്ങളും പാപം ചെയ്തിരിക്കുന്നു, ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ വലിയവനായിരിക്കുന്ന ദൈവം സ്വർഗം തുറന്ന് നെഹമ്യാവിൻ്റെ പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നു. അതാണ് തുടർന്നുള്ളതായിരിക്കുന്ന വേദഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതെ, ഈ നെഹമ്യാവിൻ്റെ പുസ്തകം തന്നെ ആരംഭിക്കുന്നത് 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ പ്രാർത്ഥനയോടുകൂടിയാണെന്നുണ്ടെങ്കിൽ 13-ാം അധ്യായത്തിൽ 31, നെഹമ്യാവ് 13:31 പ്രാർത്ഥനയോടുകൂടിയാണ് ഈ പുസ്തകം അവസാനിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല ഈ നെഹമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ അത് ഒരു കരച്ചിലോടുകൂടിയാണ്, നിലവിളിയോടുകൂടിയാണ് ഇത് ആരംഭിക്കുന്നതെങ്കിൽ ഈ നെഹമ്യാ പുസ്തകത്തിൻ്റെ അവസാന ഭാഗം സന്തോഷത്തോടു കൂടിയാണ് ഇത് സമാപിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതേ പ്രിയരെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈ നെഹമ്യാവിനെ നമുക്കൊരു മാതൃകാ പുരുഷനാക്കിക്കൊണ്ട് ഈ 1-ാം അധ്യായത്തിൽ നാം കേട്ടതായിരിക്കും ഈ വചനത്തിനനുസൃതമായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ ഇരുന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് അനേക വിഷയങ്ങളുണ്ട് പ്രാർത്ഥിക്കാൻ, അനേക കാര്യങ്ങൾ നമുക്ക് ഉണ്ട് പ്രാർത്ഥിക്കാനായിട്ട്. എന്നാൽ നമ്മുടെ സ്ഥിതി എന്താണ്? നമ്മുടെ കൂട്ടുവിശ്വാസികളുടെ സ്ഥിതി എന്താണ്? നമ്മുടെ അയൽ സഭകളുടെ സ്ഥിതി എന്താണ്? നമ്മുടെ കുഞ്ഞുങ്ങൾ ജോലിക്ക് വേണ്ടിയൊക്കെ പഠനത്തിനായി പോയിരിക്കുന്നു, അവരുടെ സ്ഥിതി എന്താണ്? അറിഞ്ഞുകൊണ്ട് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിനു മുമ്പായിട്ട് ഒരു അനുതാപ ഹൃദയത്തോടു കൂടി, കർത്താവേ, ഇന്നത്തെ ഈ പ്രാർത്ഥന കേൾക്കുന്ന തടസ്സമായിട്ട് ഞങ്ങളുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ഞങ്ങളോട് ഹൃദ്യമായി ക്ഷമിച്ച് ഇന്നത്തെ പ്രാർത്ഥനയ്ക്ക് അവിടെ മറുപടിയെ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അതേ നെഹമ്യാവിനെ പോലെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ഈ വചനത്തിൽ കൂടി ദൈവം നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട കേട്ടു. പ്രത്യേകിച്ച്